Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ നമ്മുടെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുടനെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഓരോ മൊഡ്യൂളും ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം, അതുമാത്രമല്ല ഓരോ മൊഡ്യൂളിൽ നിന്നും നമുക്ക് ഏത് ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത, എത്ര മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഓരോ ഏരിയയിൽ നിന്നും വരും, ഇതൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ വൈസ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഈ ഒരു മൊഡ്യൂളിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. ഓൾറെഡി 7 മൊഡ്യൂൾസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തുടനെങ്കിൽ കാണാം. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരിക. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ് ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അടക്കം. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി ജൂനിയർ അക്കൗണ്ടിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ മൊഡ്യൂൾ നമ്പർ 8 ആണ്. ഞാൻ പറഞ്ഞു ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് പ്രോബ്ലം ഏരിയ ആണ്, പ്രോബ്ലം മൊഡ്യൂളാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാനുണ്ട്. അപ്പോൾ 10 ചോദ്യങ്ങൾ അല്ലേ വരുന്നു. അപ്പോൾ ഇതിൽ ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് ആദ്യം കാണാൻ സാധിക്കും. ബേസിക് കൺസെപ്റ്റ്സ്, അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, പിന്നെ പേഴ്സൺ ആരാണ്, അസസി, പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കൺസെപ്റ്റ്, ടോട്ടൽ ഇൻകം, റേറ്റ്സ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ, പിന്നെ സാലറി, ഹെഡ്സ്, HP, ബിസിനസ്, PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ, എക്സംഷൻ, പിന്നെ അതിൻ്റെ ബേസിക് തിയറി, ടാക്സ് പ്ലാനിങ്ങും ഇൻകം ടാക്സ് റിട്ടേൺ. അങ്ങനെ ഇതാണ് നമ്മുടെ ബേസിക് ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഡിഗ്രിക്ക് BCom 5th സെമസ്റ്റർ 6th മിക്സ് ചെയ്തിട്ട് പഠിക്കുന്ന സിലബസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ മാർക്സിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ പേപ്പറിലും ഇൻകം ടാക്സിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പ്രീവിയസ് ഇയർ, അസസ്മെൻറ്റ് ഇയർ, അങ്ങനെയുള്ള ബേസിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, വരാറുള്ളതാണ്. പൂരണം അത്. അതിനുശേഷം കൺസെപ്റ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സംഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ പ്രീവിയസ് ഇയറിനെ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ചോദ്യം വേറെ വരാറുണ്ട്. അപ്പോൾ ആദ്യം ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പ്രീവിയസ് ഇയറിൻ്റെ റൂള്, അതിൻ്റെ എക്സംഷൻസ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വരാറുണ്ട്. പിന്നെ ഇൻകത്തിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കൺസെപ്റ്റ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വരണം. പേഴ്സൻ്റെയും വരാം. പിന്നെ നമുക്ക് ഹെഡ്സിലോട്ട് കടക്കേണ്ടതായിട്ട് വരും. ഹെഡ്സിൽ സാലറിയിൽ നിന്ന് ചില സമയത്ത് 2 to 3 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അതിൽ നിന്നാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ HPയിൽ നിന്ന് വരണം, PGBP ബിസിനസ്സിൽ നിന്ന് വരണം, ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് വരണം. അപ്പോൾ ഹെഡ്സിൽ സാധാരണ ഒരു 6 ചോദ്യങ്ങൾ വരെ പലപ്പോഴും കാണാറുണ്ട്, അല്ലെങ്കിൽ മിനിമം ഈ ഒരു 4 വരും. പിന്നെ ഡിഡക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എല്ലാ പ്രാവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൺസെപ്റ്റിൽ നിന്ന് ഒരെണ്ണം, ഇതിൽ നിന്ന് ഒരെണ്ണം, 2 ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണം 3, പിന്നെ സാലറി 5, 6, 7, 8, 9, പിന്നെ ലാസ്റ്റ് ഈ പറഞ്ഞ ടാക്സ് പ്ലാനിങ്, ഇൻകം ടാക്സ് റിട്ടേൺ, അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. ഓക്കെ, അതോറിറ്റീസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ലാസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ 10 മാർക്സിൻ്റെ ഒരു അലോക്കേഷൻ കണ്ടിട്ടുള്ളത്. അതിൽ ഈ സാലറിയിൽ മിക്കതും HR റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സാലറിയുടെ അങ്ങനെയുള്ള ടോപ്പിക്കുകളില്ലേ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതൽ വരാറുണ്ട്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാര്യങ്ങളോ, PFൻ്റെ കോൺട്രിബ്യൂഷൻ, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് കൂടുതൽ മനസ്സിലാക്കി വയ്ക്കണം. HP ഡിഡക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വരാറുണ്ട്. PGBPയുടെ കാര്യങ്ങളാവട്ടെ, ക്യാപിറ്റൽ ഗെയിൻ, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വീണ്ടും പറയുന്നു, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക. ഇനി ഇത് പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം, അതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. കാരണം നമുക്കറിയാം ടാക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയാസ് ഉള്ള എന്താണ് ടോപ്പിക്കുകൾ ഉള്ളതാണ്, എസ്പെഷ്യലി സാലറി ഒക്കെ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ബുക്കിൻ്റെ അതേ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ കൺസെപ്റ്റ് തന്നെ വെച്ചിട്ട് ആദ്യം തുടങ്ങാം. എന്താണ് ടാക്സ്, അതിൽ ഈ പറയുന്ന അസസ്മെൻറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ്, പ്രീവിയസ് ഇയറിൻ്റെ കൺസെപ്റ്റ്, ഇതൊക്കെ നോക്കാം. പേഴ്സൺ, ഗ്രോസ് ടോട്ടൽ ഇൻകം, ഇതൊക്കെ ആദ്യം, റേറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ, ഇതുവരെയൊക്കെ നോക്കാം, ബേസിക്സ്. ഇതിന് ശേഷം ഹെഡ്സിലോട്ട് കടക്കുമ്പോൾ ഓർഡറിൽ പഠിക്കരുത്. കാരണം സാലറി കഴിയണമെങ്കിൽ ഒരുപാട് ടൈം വേണം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് കഴിയണില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആദ്യം പഠിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ പഠിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള HP സ്റ്റാർട്ട് ചെയ്യുക. HP ശേഷം നിങ്ങൾ നേരെ പോകേണ്ടത് ക്യാപിറ്റൽ ഗെയിൻ രണ്ടാമത് എടുക്കുക. ദെൻ അതിനുശേഷം ഈ അതർ സോഴ്സ് ഫിനിഷ് ചെയ്യുക. ഇത് മൂന്നും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതും ഈസിയസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ PGBPയിലോട്ട് പോകുക, ലാസ്റ്റ് സാലറി നോക്കുക. ഈ ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ ഭയങ്കര പാടാണ്. മനസ്സിലായോ? അപ്പോൾ പഠിക്കുമ്പോൾ ഈ ഓർഡർ ഫോളോ ചെയ്യുക. പിന്നെ ടോട്ടൽ കമ്പ്യൂട്ടേഷൻ്റെ കാര്യങ്ങൾ, ഡിഡക്ഷൻസിൽ ഇൻഡിവിജ്വൽസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. ATC to ATUവിൽ ഇൻഡിവിജ്വലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ATC, ATD, ATE, ATG, QQB, RRB, TTA, അങ്ങനെ കുറച്ച് എന്താണ് TUയുടെ കേസാവട്ടെ, അങ്ങനെ ഇൻഡിവിജ്വലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ലാസ്റ്റ് ടാക്സ് പ്ലാനിങ്, ടാക്സ് ഇവേഷൻ, അതിൻ്റെയൊക്കെ കൺസെപ്റ്റുകൾ നോക്കുക. ടാക്സ് അവോയ്ഡൻസ്, ഇതൊക്കെ എന്താണ്, ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കൺസെപ്റ്റുകൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുക പഠിക്കുമ്പോൾ. ഓക്കെ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു മൊഡ്യൂൾ തന്നെ മൊത്തം ഇരുന്ന് പഠിക്കരുത്. 2-3 ദിവസം ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ ഉടനെ തന്നെ മറ്റൊരു പേപ്പറിലോട്ട് കിടക്കണം. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്നത്, പിന്നെ ഒരു സബ്ജക്റ്റ് എടുത്തു, അത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഒരു പേപ്പർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 ദിവസത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQ പ്രാക്ടീസ് നമ്മൾ ചെയ്യും. അതിനുശേഷം മറ്റൊരു പേപ്പറിലോട്ട് കിടക്കും. ദെൻ അത് ഇതുപോലെ പഠിപ്പിക്കുന്നു, പിന്നെ അടുത്ത പേപ്പറിലോട്ട്. ആ രീതിയിലാണ് നമ്മുടെ അപ്രോച്ച്. ഓക്കെ. എടുക്കുന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻകം ടാക്സ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് 2 മൊഡ്യൂളും കൂടിയാണ് പെൻഡിങ്ങുള്ള, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഓഡിറ്റിങ്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.